എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇതാണ് അമർദീപ് കൗർസിയാൻ. അമർദീപ് മോഡലാണ്. ഷി വാസ് ഫെമിന മിസ് ഇന്ത്യ 2017 ഫ്രം ഗുജറാത്ത്. So we met in Bombay and we've known each other for 3 years now, dating for 2 years and now we've been married. അപ്പോൾ അതാണ് ഞങ്ങളുടെ ചുരുക്കത്തിൽ പറഞ്ഞ ഞങ്ങളുടെ സ്റ്റോറി. You want to add something? Well, I think our relationship has been very positive and peaceful and calm, and that's where we really found the foundation that we want to take it further. And Guruvayur Temple was the place that we selected. We didn't select it. It was, Basically, it was God's indication to get married here, I would say. And yeah, we were very happy to be married at Guruvayur Temple. കേരളത്തിൽ തന്നെ കല്യാണം വേണമെന്ന് ആക്ച്വലി അമർദീപിൻ്റെ നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേരളത്തിൽ തന്നെ കല്യാണം കഴിക്കുക. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് ചെറിയൊരു ഇൻറ്റിമേറ്റ് ആയിട്ട് ക്ലോസ് ഫാമിലിയും ഫ്രണ്ട്സും മാത്രം വിളിച്ച് അങ്ങനെ കല്യാണം നടത്തി. അപ്പോൾ നല്ലൊരു ഹാപ്പി മൂഡിലാണ്. മോഡലൊക്കെ ആണല്ലോ ആളുകൾ, അപ്പോൾ സിനിമയിലൊക്കെ അതെ. അപ്പോൾ അടുത്ത പ്രോഗ്രഷൻ അത് തന്നെയാണ്. യുവർ നെക്സ്റ്റ് പ്രോഗ്രഷൻ വുഡ് ബി ഫ്രം മോഡലിംഗ് ടു മൂവീസ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അതും നടക്കുന്നു. With your guidance, I think I don't know. Let's see. I'll explore. I am a very good actor, but we are yet to explore my potential as a guide. Yeah. Good answer. പരിചയപ്പെട്ടിട്ട് ഒരു 3 വർഷമായി. പക്ഷേ റിലേഷൻഷിപ്പായിട്ട് 2 ഇയേഴ്സായി. അബൌട്ട് 2 ഇയേഴ്സ്. യെസ്. കണ്ടുമുട്ടലൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു? ബോംബെയിൽ വെച്ചിട്ടായിരുന്നു. ബോംബെയിൽ വർക്കിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. സ്വാഭാവികമായിട്ടും ഞാൻ ഉടനെ തന്നെ ഫ്ലാറ്റായി. അങ്ങനെയാണ് ഞാൻ പെർസ്യൂ ചെയ്ത് അവസാനം പുള്ളിക്കാരത്തിയെ ഒന്ന് അഗ്രിയായി എടുത്തത്. അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ സ്റ്റാർട്ടായത്. പ്രപ്പോസ് എന്ന് വെച്ചാൽ അത് വളരെ ഓർഗാനിക്കായിട്ടാണ് റിലേഷൻഷിപ്പ് പ്രോഗ്രസ് തന്നെ ചെയ്തത്. അപ്പോൾ അതുതന്നെ ഒരു നല്ലൊരു സൈനാണ്. നമുക്ക് ഒരു സെപ്പറേറ്റായിട്ട് സ്റ്റെപ്പ് എടുത്ത് ഇതിനെ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി അങ്ങനെ സെപ്പറേറ്റ്ലി വന്നിട്ടില്ല. അത് വളരെ ഓർഗാനിക്കായിട്ട് ഫ്ലോ ചെയ്തു. സോ വാട്ട് ഐ എം സെയിങ് ഇസ് ദാറ്റ് I understood that the relationship went into a flow and we knew that we are getting married. And we didn't have to take additional step now let me propose. We knew since day one of the relationship we want to get married. We were very sure. And I'm very happy that we got married in Kerala. And കേരളത്തിൽ വേറൊരു ഏറ്റവും കൂടുതൽ അമർദീപും ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം വളരെയധികം. ഇപ്പം ഞങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വന്നു. ഞങ്ങളുടെ അടുത്ത് സംസാരിക്കാനുള്ള ആഗ്രഹം. അതുപോലെ ഗുരുവായൂർ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോയി. ഇപ്പോൾ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരിക്കൽ ഞങ്ങളുടെ കല്യാണമൊക്കെ തുടങ്ങിയപ്പോൾ എല്ലാവരും അവിടെ കൂടി. ഞങ്ങളുടെ കല്യാണത്തിൽ എല്ലാവരും പങ്കെടുത്ത പോലെയായി. ഇതുപോലെ എല്ലാവരും ക്യാമറയൊക്കെ വെച്ച്. അപ്പോൾ അത് എല്ലാവരും ഞങ്ങളുടെ സന്തോഷത്തിൽ ഭാഗമാവുന്നു. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ തന്നെ ശരിക്കും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അങ്ങനെ പല പല ഭാഗ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. പിന്നെ വർക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ തെലുങ്ക് പടം എൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവര എന്ന് പറഞ്ഞ പടം. അതിൽ ഒരു മേജർ റോളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫസ്റ്റ് പാർട്ടിൻ്റെ ഷൂട്ടിംഗ് ബാലൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടായിരിക്കും പോകുന്നത്. പിന്നെ അടുത്തൊരു മലയാളം പടം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു വലിയ പ്രോജക്റ്റ്, അതിപ്പോൾ അനൗൺസ് ആയിട്ടില്ല. അത് ഓൾമോസ്റ്റ് ഒരു 7-8 മന്ത്സ് നടക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് ഓഫ് ദി ഇയർ കുറച്ച് ബിസിയാണ്. അപ്പോൾ ഇത് കറക്റ്റ് സമയമായിരുന്നു ഇത് ഈ ഒരു യൂണിയൻ ചെയ്ത് പിന്നെ അടുത്ത ഫേസിലോട്ടേക്ക് കടക്കാൻ. ഇതേപോലെ റിസപ്ഷൻ മുംബൈയിൽ വെച്ചിട്ടാണ് നിങ്ങൾ അറിയാൻ സാധിച്ചത്. അപ്പം ഇവിടെയുള്ള കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമയിലുള്ളവർക്കൊക്കെ എത്താൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ മിസ് ചെയ്യുമോ? ഇതുപോലെ ഞാൻ ആക്ച്വലി എൻ്റെ ഐഡിയ ആയിരുന്നത്
എനിക്ക് കപ്പാസിറ്റി ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേരുടെയും സെൻസിബിലിറ്റീസ് അങ്ങനെയാണ്. ഭയങ്കര വലിയ ഗ്രാൻഡായിട്ടുള്ള ഈവൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കഴിവും ഞങ്ങൾക്ക് അത്ര ഇതില്ല. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഞാൻ ഒരു റാപ്പോ ഉള്ള എല്ലാ കോ ആക്ടേഴ്സിനെയും ഡയറക്ടേഴ്സിനെയൊക്കെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ തീർച്ചയായും വരും. ചില പേര് അവിടെ ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പോൾ ഭാഗ്യത്തിന് അപ്പോൾ അവർക്കും പങ്കെടുക്കാൻ പറ്റും. അതുപോലെ ബോംബെയിലും ഇൻഡസ്ട്രിയിലുള്ള കുറച്ച് പേര് ആ സമയത്ത് അവിടെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൽ കൂടുതൽ സന്തോഷം അതൊരു ഇൻഫോർമലായിട്ടുള്ളൊരു ഇവൻ്റ് ആയിരിക്കണം എന്നാണ്. റിസപ്ഷൻ ഫോർമാലിറ്റി ഇല്ല. ജസ്റ്റ് ലൈക്ക് എ gathering and a party and a celebration, that's it. It's just to celebrate us and not be on the stage. സ്റ്റേജും അതൊന്നുമില്ല, ഡാൻസും പാട്ടും മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു കേരള? Oh, it's beautiful, and this is, I think, my 4th time coming to Kerala, because I've been here for my work as well, and the love and respect that I see in all the people towards him over here makes me fall in love with Kerala even more. So yeah, Kerala is very beautiful for me. How was his work? How is his work? You want me to talk about that? I think nobody can even say a thing about his work. I could only say is that he's excellent at what he does, be it his acting, be it his personality, and be it he being in love with me, and in this relationship he's just a fab and a best person. A best Malayali that I'm taking. മലയാളം പഠിച്ചോ അവിടെ വന്നിട്ട്? I understand Malayalam. Did you learn Malayalam? Oh, I tried learning, but now I'm going to rework on that learning part. The first tutor wasn't that great, so I'm going to rework on that. Yeah, but I can understand Malayalam. കുറച്ച് ഫസ്റ്റ് ടൈം ഞാൻ അമർദീപിനെ കൊണ്ടുവന്നത് വർക്കലയാണ്. വർക്കല എൻ്റെ കേരളത്തിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ഞാൻ അവിടെ സർഫിങ് ചെയ്യാനും പോകും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ പിന്നെ എനിക്കത്ര സമയം വലിയ സ്ട്രെച്ച് ബ്രേക്ക് കിട്ടാറില്ല. പക്ഷേ ഫസ്റ്റ് ടൈം ഞാൻ കൊണ്ടുവന്നത് വർക്കല. എന്നിട്ട് ന്യൂ ഇയേഴ്സിന് വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ന്യൂ ഇയർ നൈറ്റിൽ ഞങ്ങൾ കണ്ടത് കുറേ ഷൂട്ടിംഗ് സ്റ്റാർസാണ് വർക്കലയിൽ. ഒന്നോ രണ്ടോ അല്ല, ഞങ്ങൾ രണ്ടുപേരും ഷൂട്ടിംഗ് സ്റ്റാറേ കണ്ടത് ആദ്യമായിട്ടാണ്. പക്ഷേ ആദ്യമായിട്ട് കണ്ടപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 60 or 70 ഷൂട്ടിംഗ് സ്റ്റാർസ് ആ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പാസ്സാവുന്നുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ അമർദീപിൻ്റെ മുകളിലുണ്ടായ ഫസ്റ്റ് ഇംപ്രഷൻ ഒരു മാജിക് തന്നെയാണ്. It was magical, yeah. And it was beautiful, and that was my first time ever in Kerala, and I just fell in love with Kerala and a Malayali boy. And yeah, then it's a history now. Got married also. Do you know when you have met him first time, do you even understand now that he was a state award winner? No. പിന്നെ I had no information how big he is here in Kerala, and it was a shock, or I should say it was a surprise for me when I was in Kerala, and I just noticed that people are passing by him and they're recognizing him and they are approaching him for the selfie, and I'm just waiting and I'm like, he's that big? How come I don't know about this? Like I didn't research much about him. I would just say that I fell in love with his personality. So yeah, that part I missed. To my credit, I did not misuse Your anything power. other than my personality. Yeah, true. Yeah, Very true. that's true. That's beautiful. Okay. Okay. Thank you so much. Then all the best. Thank you so much, guys. Thank you so much Thank for you. coming. Thank you so Thank much you. for waiting. Thank you. ശരി, താങ്ക് യു. Really, thank you so much. ഏതൊക്കെ ചാനൽ